സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ ദൈവപാദപീഠത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, പതിവ് പോലെ കർത്താവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ, ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവിടെയാക്കി തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നുയർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതിൻ്റെ അടുത്ത വേദഭാഗം നമുക്ക് ഈ രാത്രിയിൽ തുടർന്ന് ചിന്തിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വേദഭാഗമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ധ്യാനിപ്പാൻ, പഠിപ്പാൻ ഇടയായി തീർന്നത്. ആ വേദഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് അന്യായമായി, വെൻ വി ആർ അൺഫെയർലി മിസ്ട്രീറ്റഡ്, ഇൽ ട്രീറ്റഡ്, അങ്ങനെയുള്ളതാകുന്ന അന്യായമാകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളതാകുന്ന കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ളതാകുന്ന മനോബോധ നിമിത്തം അത് സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകുന്നു എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് അപ്പോസ്തലനാകുന്ന പത്രോസ് പറയുന്നു. ആ പ്രത്യേക വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ദൈവമിടയാക്കി. അതിനുശേഷം തുടർന്ന് 21 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവിടുത്തെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല, അവിടുത്തെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ആ വേദഭാഗവും നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. കർത്താവിനെയാണ് അതിനോടുള്ള ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. ആ വിഷയം പറഞ്ഞു വരുന്നതിനോടുള്ള ബന്ധത്തിലാണ് തുടർന്നുള്ളതാകുന്ന വേദഭാഗവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ തുടർന്ന് ധ്യാനിപ്പാനായി താല്പര്യപ്പെടുന്നത്. ആ 24-25 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പത്രോസ് തുടർന്ന് ക്രൂശിങ്കിലേക്കാണ്, യേശു കർത്താവിൻ്റെ ക്രൂശിങ്കിലേക്കാണ് ആ വിശുദ്ധന്മാരെ അല്ലെ അവരുടെ ചിന്തയെ താൻ നയിക്കുന്നത്. ഈ ദൈവമക്കൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണുകയുണ്ടായി, അന്യായമാകുന്ന ആ കഷ്ടവും സങ്കടവുമൊക്കെ അവർ അനുഭവിക്കുന്നു, അല്ലെ അങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെയുള്ളതാകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെയുള്ളതാകുന്ന സന്ദർഭങ്ങളിലും കർത്താവിൻ്റെ ക്രൂശിങ്കലേക്കാണ് അവരുടെ ചിന്തയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത്. അത് വളരെ ശ്രദ്ധേയമാകുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് അടിമകളായിട്ടൊക്കെ ആ ജോലിയിൽ ആയിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, അവർ അടികളേൽക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള ഇൽ ട്രീറ്റ്മെൻറ്റൊക്കെ അവരനുഭവിക്കുന്നുണ്ടാകാം. എന്നാൽ ആ സമയത്താണ് കർത്താവിൻ്റെ അടിപ്പിണരുകളെക്കുറിച്ചൊക്കെ ഉള്ളതാകുന്ന ആ പ്രസ്താവം നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയും. നിശ്ചയമായിട്ടും അത് ആ വിശുദ്ധന്മാർക്ക് വളരെ ആശ്വാസം നൽകിയിരിക്കും, അല്ലെ അത് നൽകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ തുടർന്ന് അപ്പോസ്തലനാകുന്ന പത്രോസ് കാൽവറി ക്രൂശിനോടുള്ള ബന്ധത്തിൽ ആ പറഞ്ഞു വരുന്ന വിഷയം താൻ അവസാനിപ്പിക്കുകയാണ്. അൺഫെയർ ട്രീറ്റ്മെൻറ്റ് നേരിടുമ്പോൾ, നേരത്തെ നമ്മൾ കണ്ടു, ഇതിനായിട്ടല്ലോ നമ്മളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അപ്പോൾ ആ കാര്യം തുടർന്ന് പറയുകയാണ് ഈ അടുത്ത വാക്യങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനുള്ള ബന്ധത്തിൽ കാൽവറി ക്രൂശ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാൽവറി ക്രൂശിലൂടെ ദൈവം എന്താണ് ചെയ്യുന്നത്, ആ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ആ ക്രൂശിൻ്റെ അർത്ഥം എന്താണ്, ക്രൂശിനെ നമ്മൾ ധ്യാനിക്കണം. ആ ക്രൂശിൻ്റെ
അർത്ഥം എന്താണ്? ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ ക്രൂശിങ്കിലേക്ക് നമ്മൾ നോക്കണം. ഇവിടെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ഒന്ന്, ക്രൂശ് മുഖാന്തരമാണ് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചത്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ളതാകുന്ന ഡെലിവറൻസ് ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ. മറ്റൊന്ന്, നമ്മളവിടെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പാപത്തിൻ്റെ ആ ശക്തിയിൽ നിന്നുള്ളതാകുന്ന വിടുതൽ. ഒന്ന്, നാം പാപം സംബന്ധിച്ച് മരിച്ചു എന്ന് അപ്പോസ്തലൻ പറയുന്നു. 2, നീതിക്ക് ജീവിക്കേണ്ടതിന്. അപ്പോൾ കാൽവറി ക്രൂശ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? കാൽവറി ക്രൂശ് മുഖാന്തരം ദൈവം എന്താണ് ചെയ്തത്? മുകളിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. കർത്താവിൻ്റെ മാതൃകയെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു. അപ്പോസ്തലനായ പത്രോസ് ഒന്നുകൂടെ ആ ക്രൂശ്, സത്യത്തിൽ ക്രൂശ് മുഖാന്തരം ദൈവം എന്താണ് ചെയ്യുന്നത് അല്ലെ ചെയ്തത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ട്രൂ മീനിങ് ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. ആ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. ഒന്ന്, നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചു. 2, നീതിക്ക് ജീവിക്കുക. അപ്പോൾ ഒരു മരണവും ഒരു ജീവിതവും ഈ പറഞ്ഞു വന്ന വളരെ പ്രായോഗികമാകുന്ന പശ്ചാത്തലത്തിൽ ആണ് ഈ കാര്യം പറയുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കർത്താവിൻ്റെ മാതൃകയെക്കുറിച്ച് ആദ്യം പറഞ്ഞു. എന്നിട്ട് ഈ കാൽവറി ക്രൂശിലൂടെ കർത്താവ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് അല്ലെ ചെയ്യുന്നത്, ഈ കാര്യം അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത് വളരെ വിശദമായിട്ട് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, അതായത് നാം പാപം സംബന്ധിച്ച് മരിച്ചു. അപ്പോൾ പാപം സംബന്ധിച്ച് മരിച്ച ഒരു ദൈവ പൈതലിന് തുടർന്നുള്ളതാകുന്ന അവൻ്റെ ജീവിതത്തിൽ ഹി വിൽ ഹാവ് എ പ്രോഗ്രസ് ഇൻ ഹിസ് ലൈഫ് ഓഫ് ഹോളിനെസ്. വിശുദ്ധ ജീവിതത്തിൽ അവന് പുരോഗതി ഉണ്ടാകും. ആർക്കാണ് പുരോഗതി ഉണ്ടാകുന്നത്? പാപസംബന്ധമായിട്ട് മരിച്ചവർക്ക്. പാപസംബന്ധമായിട്ട് മരിച്ചവരാണ് നീതിക്ക് ജീവിക്കുന്നത്. അപ്പോൾ നിത്യജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതും യേശു കർത്താവിൻ്റെ ക്രൂശാണ് എന്ന സത്യമാണിവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് ആ ഒരു കാര്യം വളരെ വിശദമായിട്ട്, 6-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ 2 വാക്കുകളുടെ വിശദീകരണമാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ ഇന്ന് ഈ കാര്യം അല്പമായിട്ട് ഒന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ചു. പാപം സംബന്ധിച്ച് മരിച്ചു, അല്ലെങ്കിൽ നമ്മൾ പാപത്തിന് മരിച്ചു. വി ഡൈഡ് ടു സിൻ. ഈ പദപ്രയോഗം റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റോമാലേഖനം നമ്മൾ ചിന്തിച്ചപ്പോൾ ആ കാര്യം വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചതാണ്. അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ആവർത്തിക്കും. എങ്കിലും എല്ലാ കാര്യവും പറയുകയില്ല, അത് വിശദമാക്കേണ്ട ആവശ്യമില്ല. എങ്കിലും പെട്ടെന്ന് നമുക്ക് ആ വിഷയം ഒന്ന് ചിന്തിക്കാം. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നതാകുന്ന കാര്യം, കർത്താവിൻ്റെ ക്രൂശിൽ കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്? പാപം സംബന്ധിച്ച് നമ്മൾ മരിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? റോമാലേഖനം 6-ന്റെ 2 ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമെങ്കിൽ നമുക്ക് ആ കാര്യം ചേർന്ന് ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും. റോമർ 6-2 ആ വേദഭാഗം ഒന്ന് എടുക്കാം. പാപത്തിന് മരിച്ചവരായ നാം, അല്ലെ പാപസംബന്ധമായിട്ട്
മരിച്ചവരായ നാം. നമുക്ക് പാപസംബന്ധമായിട്ട് മരിച്ചു. മുകളിൽ സ്നാനത്തോടുള്ള ബന്ധത്തിൽ താഴോട്ട് സ്നാനത്തോട് ബന്ധപ്പെടുത്തി ആ കാര്യം പറയുന്നുണ്ട്. എന്നാൽ പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചു എന്ന ആ പ്രയോഗം സത്യത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? പാപസംബന്ധമായിട്ട് മരിച്ചു, അതിന് അല്പം വിശദീകരണം ആവശ്യമാണ്. കാരണം പല തെറ്റായ ചിന്താഗതികൾ അതിനോടുള്ള ബന്ധത്തിലുള്ളത് കൊണ്ട് ആ കാര്യം, ഉദാഹരണത്തിന് ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് റോമാലേഖനം എടുത്തപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എങ്കിലും പെട്ടെന്നൊന്ന് പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. ഒരു മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്പർശിപ്പാനും മണക്കാനും കേൾക്കാനും കാണാനും ഒക്കെ ഉള്ളതാകുന്ന കഴിവുകൾ ഇല്ലാതെയാകുന്ന, വെൻ ലൈഫ് സീസ് ടു എക്സിസ്റ്റ്, ജീവൻ ഇല്ലാതെയാകുന്ന ഒരവസ്ഥയായിട്ടാണ് മരണത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറയുമ്പോൾ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ എന്തോ ചെയ്താലും അവനെന്ത് ചെയ്യില്ല, റെസ്പോണ്ട് ചെയ്യുകയില്ല. അവനൊരു റെസ്പോൺസും ഇല്ല. അവനെ കുത്തുകയോ അടിക്കുകയോ എന്ത് ചെയ്താലും അവനെന്ത് ചെയ്യില്ല, റെസ്പോണ്ട് ചെയ്യുകയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്നുള്ളതാകുന്ന ആ സ്റ്റിമുലായി, ആ പുറമേ നിന്നുള്ളതാകുന്ന പ്രകോപനങ്ങളൊന്നും തന്നെ മരിച്ച ഒരു വ്യക്തിയെ തിരിച്ച് പ്രതികരിപ്പാൻ അവന് കഴിയുന്നില്ല. കാരണം അവൻ മരിച്ചു കിടക്കുക. അപ്പോൾ പാപസംബന്ധമായി മരിച്ചു എന്ന ആ പ്രത്യേക പദപ്രയോഗം ശരിയായ നിലയിൽ അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് പറയാറുണ്ട്, ഇനിയിപ്പം നമ്മൾക്ക് പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, അല്ലെ അതുണ്ടാകത്ത് എന്ത് പ്രലോഭനം വന്നാലും അതൊന്നും എന്ത് ചെയ്യില്ല, നമ്മളെ ബാധിക്കുകയേ ഇല്ല എന്ന ഒരു ചിന്താഗതിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സ്നാനത്തോടൊക്കെയുള്ള ബന്ധത്തിൽ ആരോ ഒരിക്കൽ പറഞ്ഞേ, കൈ മാത്രം മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞേ, ഒരുത്തനോടൊരു കാര്യം, ഒരുത്തനൊരു അടി കൊടുക്കേണ്ടതായിട്ടുണ്ട്, കൈയോടെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക അവസ്ഥയിൽ പാപസംബന്ധമായിട്ട് മരിച്ചു, പിന്നെ ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് ദൈവവചനപ്രകാരവും നമ്മുടെ അനുഭവം അനുസരിച്ചും അതൊരു ശരിയായ ചിന്തയല്ല. പിന്നെ പാപസംബന്ധമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഈ റോമാലേഖനം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ വിഷയമാണിത്, എങ്കിലും ഇതധികം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ഇവിടെ റോമാലേഖനം 6-ാം അധ്യായം തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പാപസംബന്ധമായിട്ടുള്ള മരണത്തെക്കുറിച്ച് അതിൻ്റെ 1 മുതൽ 12 വരെയുള്ളതാകുന്ന വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യം പാപസംബന്ധമായിട്ടുള്ള മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, 11-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആ 2 വേദഭാഗങ്ങളും നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പാപസംബന്ധമായി അല്ലെ പാപത്തിന് മരിച്ചു എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചാണ്, ദൈവമക്കളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ കൺവേർഷൻ എക്സ്പീരിയൻസിലേക്ക് വന്നവരെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ ഇതേ പദപ്രയോഗം ആരെക്കുറിച്ച് പറയുന്നുണ്ട്? ആരെക്കുറിച്ചാണ് പറയുന്നത്? 10-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചത് പാപസംബന്ധമായി. അപ്പോൾ
നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചു, യേശു കർത്താവും എന്ത് ചെയ്തു? പാപസംബന്ധമായിട്ട് മരിച്ചു. അപ്പോഴങ്ങനെയെങ്കിൽ പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറയുന്നത് നമ്മെക്കുറിച്ചും യേശു കർത്താവിനെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടുമുകളിൽ പറയുന്ന ആ പദപ്രയോഗവും അതിൻ്റെ ശേഷം പറയുന്ന പദപ്രയോഗവും ഒരേ അർത്ഥത്തിലാണ്. അങ്ങനെയാണെങ്കിൽ പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന പ്രയോഗം പാപത്തോടിനിയും റെസ്പോൺസ് ഇല്ലാത്ത ഒരവസ്ഥ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വശംവദരാകാൻ കഴിയാത്ത ഒരവസ്ഥയെക്കുറിച്ചാണ് പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെക്കുറിച്ചും അത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും കർത്താവ് തൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വശംവദനാകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിന് ശേഷം കർത്താവ് പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് കർത്താവിനെക്കുറിച്ച് പറയുവാൻ എന്തല്ല, സാധ്യമല്ല. കാരണം കർത്താവിൽ എന്തില്ല? പാപമില്ല. ഇൻ ഹിം ദർ ഈസ് നോ സിൻ. അപ്പോൾ പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന യേശു കർത്താവിനെക്കുറിച്ചും നമ്മെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം ഒരു പ്രത്യേക സമയം വരെ നമ്മൾ പാപത്തിന് വശംവദരാകുമായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം നമുക്ക് പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ നമ്മിലേക്ക് വന്നാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മളായി എന്ന അർത്ഥത്തിലല്ല പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ ആ അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം മറ്റു വേദഭാഗങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റോമാലേഖനം തന്നെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുതെന്ന് അവരോട് പറയുക. അപ്പോൾ പാപസംബന്ധമായിട്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ പാപം നമ്മിൽ അല്ലെ അതിന് പ്രതികരിപ്പാൻ കഴിയാത്ത, അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മിൽ ആ പാപത്തിന് പ്രവർത്തിപ്പാൻ ഉള്ള സകല സാഹചര്യങ്ങളും രക്ഷിക്കപ്പെട്ട ശേഷവും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് മറ്റ് വേദഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല. അതുപോലെ റോമാലേഖനത്തിൽ അതിൻ്റെ 13-ാം അധ്യായത്തിൽ 12-13 വാക്യങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ദൈവമക്കളോടാണ് ഈ പ്രബോധനം പറയുന്നത് എന്നുള്ളത് കൊണ്ട് പാപസംബന്ധമാകുന്ന മരണം എന്ന വാക്കിനാൽ പാപത്തോടുള്ളതാകുന്ന പ്രതികരണശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളായിത്തീരുന്നു എന്ന അർത്ഥത്തിലല്ല വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് പാപസംബന്ധമായിട്ട് മരിച്ചു എന്നതിനാൽ ദൈവവചനം അർത്ഥമാക്കുന്നത്? യേശു കർത്താവ് പാപസംബന്ധമായിട്ട് മരിച്ചു, നമ്മളും പാപസംബന്ധമായിട്ട് മരിച്ചു. അപ്പം അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ ഈ പാപവും മരണവും ചേർത്തു പറഞ്ഞിരിക്കുന്ന എല്ലാ വേദഭാഗങ്ങളിലും മരണം എന്നുള്ളത് പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം, അതിൻ്റെ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണ് മരണത്തെ
അല്ലെങ്കിൽ പാപവും മരണവും എവിടെയെല്ലാം ചേർത്ത് പറഞ്ഞിരിക്കുന്നുവോ അവിടെയെല്ലാം തന്നെ പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണ് മരണത്തെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്നാണ് എൻ്റെ ചിന്ത. ഉദാഹരണത്തിന് റോമാലേഖനം തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റോമർ 1:32 നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ന്യായം അവർ അറിഞ്ഞിട്ടും, ഈ വക പ്രവർത്തിക്കുന്നവർ. അപ്പോൾ പാപത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾക്ക് ശിക്ഷയായിട്ട് എന്തിനെ കാണിക്കുന്നു? മരണത്തെ കാണിക്കുന്നു. 5:12 വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. അപ്പോൾ പാപത്താൽ മരണം. 6:23 വരുമ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ പാപവും മരണവും എവിടെയൊക്കെ വേദപുസ്തകത്തിൽ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ പാപത്തിനുള്ളതാകുന്ന ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ് മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പാപത്തിൻ്റെ ശിക്ഷയായി മരണം അനുഭവിച്ചു. പാപത്തിൻ്റെ ശിക്ഷയായി മരണം അനുഭവിച്ചു. പാപത്തിൻ്റെ ശിക്ഷയായി കർത്താവ് മരണം അനുഭവിച്ചപ്പോൾ കർത്താവിനോടുള്ളതാകുന്ന ഏകീകരണം നിമിത്തം നാമും കർത്താവിൽ എന്താകുന്നു? മരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു എങ്കിൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും പാപസംബന്ധമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? മരിക്കുകയാണ്. അവൻ മരിക്കുകയാണ്. അവൻ ആദാമിൽ എന്തായിരുന്നുവോ അത് തീരുകയാണ്, അത് അവസാനിക്കുകയാണ്. പാപസംബന്ധമായിട്ട് ഒരിക്കലായി അവൻ മരിക്കുന്നു. കർത്താവ് മരിച്ചു. നാം എന്ത് ചെയ്യുന്നു? കർത്താവിനോടൊപ്പം മരിക്കുന്നു. കാരണം നാം ആരിലാകുന്നു? കർത്താവിലാകുന്നു. കർത്താവിനോടുള്ളതാകുന്ന ഏകീകരണമാണ് ഇവിടെ വിഷയം. കർത്താവിനോടുള്ളതാകുന്ന യൂണിയൻ, കർത്താവിനോട് കൂടിച്ചേരുക. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ എന്താകുന്നു? പുതിയ സൃഷ്ടി. അവൻ ക്രിസ്തുവിലാകുന്നത് കൊണ്ടാണ്, കർത്താവിൽ അവനാകുകയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം, ഇത് സാധാരണ ഞാൻ പറയാറുള്ള വേദഭാഗമാണ്, അതിൻ്റെ 14-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. പാപസംബന്ധമായിട്ടൊരിക്കലായി മരിച്ചു. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവിനോടുള്ളതാകുന്ന ആ യൂണിയൻ നിമിത്തം യേശു കർത്താവിൽ നാമും മരിക്കുന്നു, കർത്താവിനോട് കൂടിച്ചേരുക. അതാണ് റോമാലേഖനം 6-ാം അധ്യായം വിശദീകരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ ഇവിടെ കർത്താവ് അങ്ങനെ പാപം സംബന്ധിച്ച് മരിച്ചു. നാം പാപം സംബന്ധിച്ച് മരിച്ചു. കർത്താവിൽ നാമും എന്ത് ചെയ്തു? പാപം സംബന്ധിച്ച് മരിച്ചു. നീതിക്ക് ജീവിക്കേണ്ടതിന്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിൻ്റെ ഉദ്ദേശമെന്താ? യേശുവിൻ്റെ ക്രൂശിൻ്റെ ഉദ്ദേശം അടിസ്ഥാനപരമായി പാപം സംബന്ധിച്ച് നാമും മരിച്ചിട്ട് നീതിക്ക് നാം ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്.
നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടല്ലേ ഞാൻ മുമ്പേ കോട്ട് ചെയ്ത 2 കൊരിന്ത്യർ 5:14-15 ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശ് മുഖാന്തരം നാം യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായി തീർന്നതുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആ മാത്രയിൽ രക്ഷയ്ക്കായി വിശ്വസിപ്പാൻ ദൈവം അവിടുത്തെ കൃപയാൽ നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കുന്ന ആ നിമിഷം നാമും എന്തായി തീർന്നു? യേശുവിനോടുള്ളതാകുന്ന ഏകീകരണം നിമിത്തം, യൂണിയൻ നിമിത്തം ക്രൂശിൽ നമ്മളും മരിച്ചു. പിന്നെ യേശു കർത്താവ് ദൈവത്തിന് ജീവിക്കുന്നത് പോലെ നമ്മളും എന്തിനു വേണ്ടി ജീവിക്കുക? ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ദൈവത്തിന് വേണ്ടി. അവിടെയാണ് ആ വിഷയം. മുകളിൽ കർത്താവിനെ മാതൃകയാക്കാൻ പറഞ്ഞു. പക്ഷെ കർത്താവിനെ മാതൃകയാക്കാൻ നമുക്കെന്ത് കഴിയത്തില്ല? നമുക്ക് നമ്മുടേതാകുന്ന ശക്തിയിൽ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? കർത്താവിനോട് നമ്മളെ യുണൈറ്റ് ചെയ്തു. നമ്മളെ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. നമ്മളെ ഏകീഭവിപ്പിച്ചു. മുകളിൽ പറഞ്ഞേക്കുന്ന വിഷയം അന്യായമായിട്ട് കഷ്ടം സഹിക്കാൻ, അതുമാത്രമല്ല ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം ന്യായമായത് ചെയ്തിട്ട്, കുറ്റം ചെയ്തിട്ടല്ല, ന്യായമായത് ചെയ്തിട്ട് അങ്ങനെ കഷ്ടം അനുഭവിപ്പാൻ, അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായി നമ്മുടെ പ്രായോഗിക ജീവിതം തീരാൻ ഉള്ള ദൈവത്തിൻ്റെ പ്രൊവിഷനാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്നാണ് സത്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത്. കാരണം നാം പാപസംബന്ധമായിട്ട് മരിച്ചിട്ട് നീതിക്ക് ജീവിക്കേണ്ടതിനാണ് യേശു എന്ത് ചെയ്തത്? ക്രൂശിൽ മരിച്ചത്. നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ സത്യത്തിൽ മലയാളം വേദപുസ്തകത്തിൽ ക്രൂശ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷും മറ്റ് ഭാഷാന്തരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ മരം, ഇല്ലേ, ട്രീ, ഹി വാസ് ഹങ് ഓൺ എ ട്രീ, അല്ലെങ്കിൽ എന്താണ് മോനെ ആ വാക്യം? ഓൺ ദ ട്രീ ഹി ബോർ അവർ സിൻസ് ഇൻ ഹിസ് ഓൺ ബോഡി ഓൺ ദ ട്രീ. സത്യത്തിൽ മലയാളത്തിൽ ക്രൂശ് എന്ന് പറഞ്ഞിരിക്കുന്നതും ശരിയാണെങ്കിലും ഒന്നുകൂടെ വ്യക്തമാകുന്ന അർത്ഥം അതാ, മരത്തിന്മേൽ. സത്യത്തിൽ ഇവിടെ എന്താ അപ്പോസ്തലനായ പത്രോസ് പറയുന്നതെന്നറിയാമോ? ആവർത്തന പുസ്തകത്തിലെ ഒരു വേദഭാഗമാണ്. ആവർത്തന പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ മരത്തിന്മേൽ തൂങ്ങുന്നവൻ എന്താണ്? ശപിക്കപ്പെട്ടവൻ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഗലാത്യർ 3:13 ഇതേ കാര്യം അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. അപ്പോൾ യേശു കർത്താവിൻ്റെ ശരീരത്തിൽ അവിടുന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ, നമ്മെ വിടുവിപ്പാൻ മരത്തിന്മേൽ കർത്താവ് തൂങ്ങി. അങ്ങനെ തൂങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താ? നാം പാപം സംബന്ധിച്ച് മരിച്ചിട്ട് നീതിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ. അല്ലാതെ ചില ലൊട്ടിലൊടുക്ക് പണികളൊക്കെ ചെയ്ത് എന്തേലുമൊക്കെ
കർത്താവിനെ സ്വീകരിക്കുന്നത് കൊണ്ട് പനിയൊക്കെ മാറി, ഇച്ചിരി സുഖമൊക്കെ കിട്ടി, പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് ജീവിക്കുക. ജീവിച്ച ശേഷം ഒടുവിൽ സ്വർഗത്തിലും പോകാം. പക്ഷെ അങ്ങനെ അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നാം പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നീതിക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കുന്നതാണ് യേശു കർത്താവിൻ്റെ ക്രൂശെന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ നിത്യ ജീവിതത്തിൽ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ അന്യായമാകുന്ന ആ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ, നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വരുമ്പോൾ, അവിടെ ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് യേശു കർത്താവിൻ്റെ ക്രൂശെന്നാണ് സത്യത്തിൽ ഇവിടെ അപ്പോസ്തലനാകുന്ന പത്രോസ് പറയുന്നത്. നമ്മൾ ഈ വേദഭാഗം മുഴുവൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 24, 25 ഈ വാക്യങ്ങളൊക്കെ സത്യത്തിൽ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നുള്ള 53-ാം അധ്യായത്തിൽ നിന്നുള്ള അനേക കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ അവിടുത്തെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ യേശു കർത്താവിൻ്റെ മനുഷ്യത്വത്തെയാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ വരച്ച് കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ അങ്ങനെ അന്യായമാകുന്ന കഷ്ടം അനുഭവിച്ചപ്പോൾ പകരം ശപിക്കാതെയും ഭീഷണം പറയാതെയുമൊക്കെ കർത്താവ് നമുക്ക് മാതൃകയായി തീർന്നത് നമ്മുടേതുപോലെയുള്ള ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ള ഒരു ശരീരത്തിലാണെന്നാണ് ആര് പറയുന്നത്? പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. യേശു കർത്താവ് ഈ ശരീരത്തിലാണ്. ഒരു വ്യത്യാസമുണ്ട്, നിശ്ചയമായിട്ടും പാപമില്ലായിരുന്നു കർത്താവിൽ. ആ ഒരു വ്യത്യാസം ഒഴിവാക്കിയാൽ മുഴുവനും പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി കർത്താവ് പരീക്ഷിക്കപ്പെട്ട് ആ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് നമുക്ക് നല്ല മാതൃകയായി തീർന്നു എന്നാണ് അപ്പോസ്തലനിലൂടെ പറയുന്നത്. ഇത് ആ കാര്യം ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് ഈ വിഷയം പെട്ടെന്ന് അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം 3-ാം അധ്യായം മുതൽ ഓൾ ടുഗദർ ഒരു മറ്റൊരു പ്രായോഗിക വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഭാഗത്ത് മാത്രം നിന്ന് എത്രയും പെട്ടെന്ന് ഞാൻ ഈ വേദഭാഗം ത്തിൻ്റെ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവിടുത്തെ നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ അവിടുത്തെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഇംഗ്ലീഷ് വേദപുസ്തകമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫോർ എന്ന് പറയുന്ന ഒരു സംയോജിത പദം കൊണ്ടാണ് അടുത്ത സെൻറ്റൻസ് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ അവിടുത്തെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ താഴോട്ടുള്ള ആ വേദഭാഗം അതിൻ്റെ 25-ാമത്തെ വാക്യം അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെവിടെയാണ് ഹീലിംഗ് കിട്ടിയത്? എവിടെയാ ഹീലിംഗ് കിട്ടിയത്? കാരണം 25-ാമത്തെ വാക്യം ഞാൻ ആ വിഷയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അധികം പറയത്തില്ല, എങ്കിലും പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. 25-ാമത്തെ വാക്യം എങ്ങനെ മോനെ ആരംഭിക്കുന്നത്? For you were by his stripes or by his wounds you were healed. You are healed. For you were എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം കിട്ടി. എന്തുകൊണ്ടെന്നാൽ
നിങ്ങൾ തെറ്റിയുഴലുന്ന ആടുകളെ പോലെയായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റിയുഴലുന്ന ആടുകളെ പോലെ ആയിരുന്നപ്പോൾ അവിടെ നിന്ന് നമ്മളെ മടക്കി വരുത്തുവാൻ, അവിടെ നമുക്ക് ഹീലിംഗ് തരുവാൻ, അവിടെ നമുക്ക് സൗഖ്യം തരുവാൻ യേശു കർത്താവ് എന്തേറ്റു? അടിയേറ്റെന്ന് സാരം. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് അങ്ങ് അടത്തി മാറ്റി വേദഭാഗങ്ങളെ നമുക്ക് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഹീലിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കുക. അവിടെ ഹീലിംഗ്, അവിടുത്തെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്നത് ശാരീരിക രോഗസൗഖ്യത്തെക്കുറിച്ചാണ് മനസ്സിൽ വരുന്നത്. ശാരീരിക രോഗസൗഖ്യത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മാത്രമല്ല, യേശു കർത്താവിൻ്റെ ക്രൂശ് നമ്മുടെ സമ്പൂർണമാകുന്ന വീണ്ടെടുപ്പിന് വേണ്ടിയാണെന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവും ദേഹവും സമ്പൂർണമായിട്ട് എന്തു ചെയ്യും? വീണ്ടെടുക്കപ്പെടും. അതിന് സംശയമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ സൗഖ്യം എന്ന വാക്ക് വേദപുസ്തകത്തിൽ മിക്കവാറും എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ശാരീരിക രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. സൗഖ്യം എന്ന വാക്ക് വേദപുസ്തകത്തിൽ മിക്കവാറും ഇടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശാരീരിക രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. എന്നാൽ പാപത്തോടും അകൃത്യത്തോടും ഉള്ള ബന്ധത്തിൽ സൗഖ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ശാരീരിക സൗഖ്യത്തെക്കുറിച്ചല്ല, പിന്നെയോ ആത്മീക സൗഖ്യത്തെക്കുറിച്ചാണ്. ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കണം. ശാരീരിക രോഗസൗഖ്യത്തെക്കുറിച്ചാണ് സൗഖ്യം എന്ന വാക്ക് മിക്കയിടത്തും വേദപുസ്തകത്തിൽ കാണുന്നത്, സംശയമൊന്നുമില്ല. എന്നാൽ പാപത്തോടും അകൃത്യങ്ങളോടുമുള്ള ബന്ധത്തിൽ സൗഖ്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആത്മസൗഖ്യത്തെക്കുറിച്ചാണ്. വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം, ഞാൻ ഇപ്പം നമ്മൾ വായിക്കുന്ന ഈ വേദഭാഗം, അതായത് അവിടുത്തെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 53:5. അവിടെ എല്ലാം തന്നെ ആ അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്ക്. അവിടെ മുഴുവൻ പറഞ്ഞേക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളെ കർത്താവിൻ്റെ മേലെന്ത് ചെയ്തു? ചുമത്തി. നാം എല്ലാവരും നമ്മുടെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അതിന് 4-ാം വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാവ് 53:4-5 ചേർത്തൊന്ന് വായിച്ചേ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ കർത്താവ് വഹിച്ചു, നമ്മുടെ വേദനകളെ കർത്താവ് ചുമന്നു. നമ്മൾ ഓർത്തത് എന്താ? അപ്പൊ നമ്മുടെ വേദന കർത്താവ് സഹിച്ചു, നമ്മുടെ രോഗം കർത്താവ് സഹിച്ചു. നമ്മൾ ഓർത്തു കർത്താവിനെ എന്ത് ചെയ്തു? വായിച്ചു. നോക്ക, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം എന്ത് ചെയ്തു? മുറിവേറ്റും തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ കർത്താവിൻ്റെ മേലായി, അടിപ്പിണരുകളാൽ നമുക്ക് എന്ത് ചെയ്തു? സൗഖ്യം. അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അകൃത്യം, പാപം. നാം നമ്മുടെ വഴിക്ക് തിരിഞ്ഞിരുന്നു, അതിനോടുള്ള ബന്ധത്തിലാണ് അവിടെ. അതുകൊണ്ടാണ് ഈ പഴയ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു,
പാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയല്ല. പാപരോഗത്താൽ നോക്കിയേ, പാപരോഗത്താൽ നോക്കുക, പാപരോഗത്താൽ നമ്മൾ വലഞ്ഞപ്പോൾ, തെല്ലും ആശയില്ലാതെ നമ്മൾ അലഞ്ഞപ്പോൾ, പാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നമ്മുടെ വ്യാധിയെല്ലാം കർത്താവ് എന്ത് ചെയ്തു? ചുമന്ന്. അപ്പം യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 53. ഇനി 1-2 വേദഭാഗം കൂടെ ഒന്ന് എടുത്ത് വായിച്ചു. ഞാൻ ഈ പറയുന്ന വാക്കുകൾ അങ്ങനെ തന്നെ എടുക്കേണ്ട ആവശ്യമില്ല, വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുക. യെശയ്യാവിൻ്റെ പ്രവചനം 1-2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ സൗഖ്യമില്ലായ്മയെക്കുറിച്ചൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതായത് ഹൃദയം മുഴുവനും, തല മുഴുവനും ദീനവും, 5-ാം വാക്യം 1-5, തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു, അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന, മുകളിൽ പറഞ്ഞേക്കുന്ന 2 മുതൽ വായിച്ചു കഴിഞ്ഞാൽ, ആകാശമേഖലകൾക്ക് ആ ഭൂമിയെ ചെയ്ത് യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി അവരും കാളതൻ്റെ എന്ന് പറഞ്ഞേച്ച് പറയും, എൻ്റെ അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി. നോക്കുക, അപ്പോൾ ആ പാപത്തോടുള്ള ബന്ധത്തിൽ ഉള്ള സുഖമില്ലായ്മ, പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും വലിയ അസുഖം. അതുകൊണ്ടാണ് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി, വായിച്ചേ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം യെസ് നോക്ക്, അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം. ദേശത്തിന് സൗഖ്യം എന്ത് ക്ഷമിച്ചിട്ട്? പാപം ക്ഷമിച്ചിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പാപത്തോടോ അകൃത്യത്തോടോ ഉള്ള ബന്ധത്തിൽ സൗഖ്യം എന്നുപയോഗിച്ചിരിക്കുന്നത് പാപവും അതിൻ്റെ ഫലമായി ഉളവാകുന്നതാകുന്ന ആ കാര്യങ്ങളോടുമുള്ള ബന്ധത്തിലുള്ള സൗഖ്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന വിഷയം, ഇത് വിശദമായിട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത്. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന വിഷയം, ഇവിടെ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം കിട്ടിയെന്ന് പറയുമ്പോൾ അതിനെ അങ്ങ് ലളിതവൽക്കരിക്കരുത്. കേവലം നമുക്കൊരു പനി കുറപ്പിക്കാനോ അല്ലെ എന്തിനേറെ ക്യാൻസർ സുഖമാക്കാനോ അല്ല കർത്താവ് ക്രൂശി മരിച്ചത്. കർത്താവ് ക്രൂശി മരിച്ചത് നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചിട്ട് നീതിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അതിനെ അങ്ങ് ട്രിവിയലൈസ് ചെയ്യരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്ന് പറയുമ്പോൾ കർത്താവ് രോഗസൗഖ്യം തരികയില്ലെന്നോ രോഗസൗഖ്യം ഇല്ലെന്നോ അല്ല ഞാൻ പറയുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ മഹത്വകരമാകുന്ന ആ പ്രവൃത്തിയെ വില കുറച്ച് നമ്മൾ കാണരുത്. കേവലമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കർത്താവ് മരിച്ചത്. നമ്മുടെ പാപ രോഗത്തിന് സൗഖ്യം തരാനാണ് യേശു മരിച്ചത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ മാത്രമേ കർത്താവിനെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടല്ല, നേരെ മറിച്ച് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അന്യായമാകുന്ന കഷ്ടം അനുഭവിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അത് സഹിപ്പാൻ നമുക്ക് കഴിയുന്നത്. ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ വരാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്ക് ലഭിക്കുന്നത് പോലെ പ്രതികരിക്കാൻ തുടങ്ങും.
നമ്മൾ നമ്മുടെ ന്യായത്തിന് വേണ്ടി നിൽക്കും എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ആ കാര്യം വിശദീകരിച്ചതാണ്. എന്താണ് എന്തല്ല എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ തലങ്ങളിലും നമുക്ക് മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ കാൽവറി മരണം എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അല്ലാതെ കേവലമാകുന്ന എന്തേലും നമുക്ക് തരാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതത്തെ മുഴുവനായി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഈ ശരീരത്തിനും പൂർണ്ണ സുഖം കിട്ടും. അത് ക്രൂശിൽ നിമിത്തമാണോ? അതെ, ക്രൂശ് നിമിത്തം തന്നെയാണ്. ക്രൂശ് നിമിത്തം തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പ് നിവൃത്തിയാകും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ക്രൂശ് നിമിത്തം ഈ ശരീരത്തിനും സുഖം കിട്ടാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ഇന്ന് പ്രധാനമായിട്ട് കർത്താവ് പാപങ്ങളെ ചുമന്ന്, അവിടുത്തെ ശരീരത്തിൽ പാപങ്ങളെ ചുമന്ന് ആ ക്രൂശിന്മേൽ മരിച്ചത് നാം പാപസംബന്ധമായിട്ട് മരിച്ച് ദൈവത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ പാപം എന്നുള്ളത്, പാപത്തിൻ്റെ ശക്തി എന്നുള്ളത് നാം അവിടെ മനസ്സിലാക്കണം. ദൈവത്തിങ്കൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ്. 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതാണ് വായിക്കുന്നത്. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. നാം തെറ്റി ഉഴലുന്ന, അപ്പോൾ നമ്മുടെ വഴിക്ക് നമ്മൾ തിരിയുന്നവരായിരുന്നു നേരത്തെ. അങ്ങനെയുള്ളതാകുന്ന ആ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും നമ്മളെ മടക്കി കൊണ്ടുവരികയാണ്, അല്ലെ നമ്മളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നെന്താ? ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും പാപത്തിൻ്റെ ആ ശക്തിയിൽ നിന്ന് ജയകരമായിട്ട് നമുക്ക് ജീവിപ്പാൻ കഴിയുന്നത് എങ്ങനെയാ? നമ്മുടെ ആത്മാക്കളുടെ ഇടയനായവങ്കിലേക്ക് നമ്മൾ മടങ്ങി ഇടയനോട് ചേർന്ന് നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ നിത്യജീവിതത്തിൽ ഈ കർത്താവിനോട് ചേർന്ന് നടക്കുവാനായി നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്ന കാര്യം മറന്നു പോകരുത്. ഇടയനോട് ചേർന്ന് നടക്കുവാൻ, നമ്മുടെ ആത്മാക്കളുടെ ഇടയൻ അധ്യക്ഷനായവൻ്റെ പരിചരണം, അവിടുത്തെ സാമീപ്യം, അതുമാത്രമേ പാപത്തിൽ നിന്നുള്ള ജയം നമുക്ക് നൽകുന്നുള്ളൂ. ഐ നീഡ് ദി എവ്രി അവർ എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട് ഇംഗ്ലീഷിൽ. അതിലൊരു സ്റ്റാൻസ ഇങ്ങനെയാ: ടെംപ്റ്റേഷൻസ് ലൂസ് ദെയർ പവർ വെൻ ദൗ ആർട്ട് നൈ. അതായത് കർത്താവിൻ്റെ ഒപ്പം നമ്മളായിരിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോഴാണ് സത്യത്തിൽ ആ പ്രലോഭനങ്ങളുടെ ശക്തി കുറയുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, ഇതാണ് ക്രൂശ് നമ്മിൽ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ ശേഷിക്കുന്ന ജീവിതത്തിൽ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, ജോലി സ്ഥലങ്ങളിൽ ന്യായമായത് ചെയ്തിട്ട് ഇൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ അവിടെയാണ് ക്രൂശിൻ്റെ ശക്തി വെളിപ്പെടേണ്ടത്. നോക്കണം, ക്രൂശിൻ്റെ ശക്തി അവിടെയാണ് വെളിപ്പെടേണ്ടത്. നമ്മൾ കണ്ടു, ന്യായമായത് ചെയ്തിട്ട് നമ്മൾ അന്യായം അനുഭവിക്കുമ്പോൾ ക്രൂശിൻ്റെ ശക്തി നമ്മിൽ വെളിപ്പെടുന്നതാകുന്ന ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, അതിന് സാധിക്കുന്നത് നമ്മുടെ ആത്മാക്കളുടെ ഇടയനോടുള്ള ചേർന്നുള്ള ജീവിതമാണ്. അതിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ആ കർത്താവിനോട് ഏകീഭവിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾക്കത് കഴിയത്തില്ല. കാരണം നമ്മുടെ ആ താല്പര്യങ്ങളെ
എപ്പോഴും ഈ ഭൂമിയോടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ താല്പര്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന നിലയിൽ പ്രതികരിക്കുവാനാണ്. എന്നാൽ കർത്താവിനോട് ചേർന്ന് നടക്കാൻ അവിടുന്ന് നല്ലൊരു മാതൃക കാണിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഇടയനെ പിൻപറ്റുന്ന, ആ ഇടയൻ്റെ ശബ്ദം കേട്ട് ആ ഇടയനെ അനുഗമിക്കുന്ന ആടുകളായിട്ട് തീരാൻ വേണ്ടിയിട്ടാണല്ലോ നല്ല ഇടയൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ജീവൻ തന്ന് നമ്മെ രക്ഷിക്കുന്ന ഇടയനാണ് നമ്മുടെ ഇടയൻ. അങ്ങനെയെങ്കിൽ ആ ഇടയനെ നമുക്ക് വിശ്വസിക്കാം. ആ ഇടയൻ്റെ പിന്നാലെ നമ്മൾ ആ ഇടയനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ അത് വെളിപ്പെടാനായിട്ട് തുടങ്ങും. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവപാദപീഠത്തിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.